ഹായ് നമസ്കാരം. ഗ്യാരണ്ടികൾ ഖജനാവ് കാലിയാക്കിയോ? വരുമാനം കൂട്ടാൻ വഴി കണ്ടെത്താൻ വിദേശ കമ്പനിക്ക് കരാർ നൽകി കർണാടക. നിയമസഭാ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കി തുടങ്ങിയതോടെ കർണാടക സർക്കാരിന്റെ ഖജനാവ് കാലിയായി തുടങ്ങിയോ ആണെന്നതിന്റെ സൂചനയാണ് പുറത്തുവരുന്നത്. കാലിയായ ഖജനാവ് നിറയ്ക്കാനുള്ള വഴി തേടുകയാണ് സിദ്ധരാമയ്യ സർക്കാർ. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ പുത്തനാശയങ്ങൾ പറഞ്ഞു തരാൻ വിദേശ കൺസൾട്ടിംഗ് കമ്പനിക്ക് സർക്കാർ കരാർ നൽകിയിരുന്നതാണ് കർണാടകയിലെ ഏറ്റവും വലിയ വിശേഷം. അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ആസ്ഥാനമായുള്ള ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിനാണ് കരാർ നൽകിയിരിക്കുന്നത്. 6 മാസം കമ്പനി കാര്യങ്ങൾ പഠിക്കും. ഫീസായി 9.5 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. സർക്കാർ മാർച്ചിൽ ഇതിനായി ടെൻഡർ ക്ഷണിച്ചിരുന്നു. ഏറ്റവും കുറവ് തുകയിൽ ടെൻഡർ നടപടിയിൽ പങ്കെടുത്ത സ്വകാര്യ കമ്പനിയാണ് കരാർ ലഭിച്ച ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. കമ്പനി കർണാടക സർക്കാരിന്റെ ധനവകുപ്പിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയതാണ് വിവരം. കമ്പനി നൽകുന്ന നിർദ്ദേശപ്രകാരം വിവിധ നികുതികൾ ക്രമീകരിച്ചാകും വരുമാനം കൂട്ടാനുള്ള വഴി കണ്ടെത്തുക. സംസ്ഥാനത്തെ അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനെ സഹായിച്ച 5 ഗ്യാരണ്ടി പദ്ധതികളാണ് സംസ്ഥാന ഖജനാവിന് ഇത്രയും ഭാരമായതെന്നാണ് പ്രതിപക്ഷമായ BJPയുടെയും JDSന്റെയും ആക്ഷേപം. വരവറിയാതെ ചെലവ് നടത്തി കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്തെ കടക്കെണിയിലേക്ക് തള്ളി വിടുകയാണെന്നും പുത്തൻ ഈസ്റ്റ് കമ്പനികൾക്ക് സംസ്ഥാനം തീരെഴുതുകയാണെന്നും BJP അധ്യക്ഷൻ BY വിജയേന്ദ്ര ആരോപിച്ചു. നരേന്ദ്രമോദിയുടെ മിഷൻ 2047ന്റെ രൂപരേഖ തയ്യാറാക്കിയ അതേ കമ്പനിയാണ് കർണാടകയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണങ്ങൾക്ക് കോൺഗ്രസിന്റെ മറുപടി. നികുതിദായകരമല്ലാത്ത വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി, സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ ബസ് യാത്ര ഉറപ്പാക്കിയ ശക്തി പദ്ധതി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് 10 കിലോഗ്രാം അരി നൽകുന്ന അന്നഭാഗ്യ പദ്ധതി, 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതി, ഡിപ്ലോമ ബിരുദധാരികളായ തൊഴിൽ രഹിതർക്ക് 4500 രൂപ പ്രതിമാസം നൽകുന്ന യുവനിധി പദ്ധതി എന്നിവയാണ് കർണാടക സർക്കാർ നടപ്പിലാക്കിയ 5 ഗ്യാരണ്ടികൾ. ഇതിനായി 45,000 കോടി രൂപയാണ് പ്രതിവർഷം സംസ്ഥാന ഖജനാവിൽ നിന്ന് വകയിരുത്തുന്നത്. കൺസൾട്ടിംഗ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാകും അടുത്ത വർഷത്തെ ബജറ്റ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കുക. അടുത്തിടെ സർക്കാർ ഇന്ധന നികുതി 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. വൈകാതെ വെള്ളക്കരം കൂട്ടാനുള്ള ആലോചനയുമുണ്ട്. ഭൂനികുതി, കെട്ടിട നികുതി തുടങ്ങിയവയിലും വർധന പ്രതീക്ഷിക്കാം.